ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയ്ക്ക് റിട്ടയർഡ് ജഡ്ജിയെ നിയമിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് KT ശങ്കരനായിരിക്കും ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ സ്ട്രോങ് റൂമുകളിലെ വിവരങ്ങൾ പരിശോധിച്ച്, കണക്കുകൾ പരിശോധിച്ച്, രജിസ്റ്ററുകളുമായി ഒത്തുനോക്കി അതിൻ്റെ വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കുമാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി മുൻകൈ എടുത്തിരിക്കുകയും ജസ്റ്റിസ് KT ശങ്കരനെ അതിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി ആ ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉത്തരവിലും പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായി മറ്റൊന്നും പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതെങ്ങനെയാണ് ഈ സ്പോൺസറുടെ വീട്ടിലെത്തിയത്, അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ശബരിമല സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററിൽ കടുത്ത അതൃപ്തി കോടതി രേഖപ്പെടുത്തി. 1999 മുതലുള്ള രജിസ്റ്ററുകൾ കൃത്യമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പല കാര്യങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ വിവരങ്ങൾ ഒന്നും തന്നെ ആ രജിസ്റ്ററിൽ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് സ്ട്രോങ് റൂമിനകത്ത് വിശദമായ പരിശോധന നടത്താൻ നിലവിൽ ഒരു ജസ്റ്റിസിനെ തന്നെ നിയമിച്ചിരിക്കുന്നത്. രാവിലെ അത് മുൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു ജില്ലാ ജഡ്ജി അല്ലാതെ ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിയെ തന്നെ തീരുമാനിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തയ്യാറായത് അതീവ ഗൗരവ സ്വഭാവം ആ വിഷയത്തിനുണ്ട് എന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ വസ്തുക്കളും, സ്വർണവും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളുണ്ടെങ്കിൽ ആ വസ്തുക്കളും എല്ലാം ഇടങ്ങീറായി പരിശോധിച്ച് അതിന്റെ മൂല്യം തിട്ടപ്പെടുത്തി റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ടൈം പീരീഡ് കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അടിയന്തര സ്വഭാവമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കും. രഹസ്യാത്മക സ്വഭാവം അതിന് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ആരോടുമായി പങ്കുവെക്കരുതെന്നും കർശനമായ നിർദ്ദേശമുണ്ട്. അത് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലുമുണ്ട്. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.